നമസ്കാരം ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടുതൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഫർമേഷൻസിനെ പറ്റി അറിയുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ട് ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രജിസ്റ്റേർഡ് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും അതിനെ തുടർന്നുള്ള ജോലി സാധ്യതകളും അതേപോലെ തന്നെ ഒരു രജിസ്റ്റേർഡ് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറിൻ്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കും, അതേപോലെ തന്നെ സാലറി പാക്കേജുകൾ എങ്ങനെയായിരിക്കും, ഇതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് റേഡിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ അഥവാ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോഗ്രാഫി എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സോ നിങ്ങളെല്ലാവരും തന്നെ ഇൻഡസ്ട്രീസിൽ പല തരത്തിലും ഈ ടേംസ് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. കോമൺ ആയിട്ട് നമുക്ക് ഈ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റീസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ഇൻഡസ്ട്രീസിൽ ഇതിൻ്റെ ആവശ്യം ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പേപ്പർ കമ്പനീസിൽ പേപ്പറിൻ്റെ തിക്നെസ്സുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന റേഡിയോഗ്രാഫിയുടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പൈപ്പിൻ്റെ ഇൻറ്റഗ്രിറ്റി അഥവാ വെൽഡിംഗ് ജോയിൻറ്റുകളുടെയൊക്കെ ഇൻറ്റഗ്രിറ്റി ആ ക്വാളിറ്റി പർപ്പസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേഡിയോഗ്രാഫി ചെയ്ത് അതിൻ്റെ ഉള്ള ക്രാക്കുകളൊക്കെ നമ്മൾ അതുവഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. സോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് നമ്മളുടെ റേഡിയോഗ്രാഫി. NDT എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. സോ ഇത്തരം ആക്ടിവിറ്റീസ് എല്ലാം നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റേഡിയേഷനുമായിട്ട് പല വർക്കേഴ്സിനൊക്കെ എക്സ്പോസ്ഡ് ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇത്തരം എക്സ്പോഷറുകളെല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എത്ര എക്സ്പോഷറിലാണ് അത് യൂസ് ചെയ്യേണ്ടത്, എത്ര ഡോസിലാണ് അത് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇത്തരം റേഡിയോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സേഫ് സോൺ എത്രത്തോളം നമുക്ക് ബാരിക്കേഡ് ചെയ്യേണ്ടി വരും എന്നുള്ള പല കാര്യങ്ങളും നമ്മൾക്കിവിടെ ചെയ്യേണ്ടി വരും. അത്തരമാണ് ഒരു റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറിൻ്റെ ജനറൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ അവർക്ക് ഈ റേഡിയേഷൻ സേഫ്റ്റിയെ പറ്റി പല റെക്കമെൻഡേഷൻസ് പറയുക, അതേപോലെ തന്നെ കറക്റ്റീവ് ആക്ഷൻസിനെ പറ്റിയിട്ട് പറയുക, അതേപോലെ തന്നെ റേഡിയേഷൻ സേഫ്റ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു പരിഹാരമുണ്ടാക്കുക, ആക്ഷൻ ഇനീഷ്യേഷൻ, അതേപോലെ തന്നെ റെഗുലേഷൻസുമായിട്ടുള്ള കംപ്ലയൻസ്. നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകൾ നമ്മൾ ഒരു ലൊക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടി വരും. സോ ഇത്തരം റെഗുലേഷൻസുമായിട്ട് ഇത്തരം ലോസുമായിട്ട് ആ ഒരു ആക്ടിവിറ്റി കംപ്ലൈ ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ എമർജൻസി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസേഴ്സ് അത് എങ്ങനെ വേണം ആ എമർജൻസി ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി നടക്കണയ്ക്ക് മുന്നേ എന്തൊക്കെ എമർജൻസി ഫെസിലിറ്റീസ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാം ഇൻഫർമേഷൻസിനെ പറ്റിയിട്ട് ഓരോ വർക്കേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് പോർട്ടൽ എടുത്തു കഴിഞ്ഞ് ഒരു റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നൊരു ഡെസിഗ്നേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിക്വയർമെൻറ്റ്സ് നമുക്ക് കാണപ്പെടാം. ഇപ്പോഴത്തെ ഇൻഡസ്ട്രീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിലും റേഡിയേഷൻ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ റിക്വയർമെൻറ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വരും കാലങ്ങളിൽ ഇത്തരമൊരു റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് മാറുകയും അല്ലെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളിൽ ഓൾറെഡി മാൻഡേറ്ററി ആയിട്ട് വരുന്നൊരു റിക്വയർമെൻ്റാണ് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറിൻ്റെ. ഇനി പൊതുവെ ആർക്കൊക്കെ ഈ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന കോഴ്സുകൾ പഠിക്കാം? സാധാരണ BSc ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ MSc ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികൾ ഈ റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് പോകാറുണ്ട്. നെബോഷ് IGC എന്ന് പറയുന്ന കോഴ്സുകൾ പഠിച്ച വ്യക്തികൾ അവർ ഒരു 5 years എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റോടുകൂടി ഇതിനുശേഷം റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഫീൽഡിലേക്ക് അവർ കടക്കുകയാണ്. ഇനി എവിടെ നിന്നും നമുക്ക് ഈ കോഴ്സ് പഠിക്കാം? സോ പൊതുവെ എല്ലാവരും ഇന്റർനാഷണൽ ബോർഡ് ഓഫ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്ന IBO
WEHS എന്ന് പറയുന്ന ഒരു USA ഒരു അവാർഡിംഗ് ബോഡി ഓഫർ ചെയ്യുന്ന ഇത്തരം കോഴ്സുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കഗ്നിഷൻ ആയി വരുന്നതും ഈ ഒരു ബോഡി തരുന്ന ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള റെക്കഗ്നിഷൻ തന്നെയാണ്. ഈ കോഴ്സിൽ പൊതുവേ നമ്മളെ പഠിപ്പിക്കുന്നത് അയണൈസിങ് റേഡിയേഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ റേഡിയേഷൻ്റെ ഡോസും അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയെ പറ്റിയിട്ട്, അതേപോലെ തന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടും, ഇത്തരം റേഡിയേഷൻസ് നമ്മളുടെ ബോഡിയിലേക്ക് ഇമ്പാക്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ബയോളജിക്കലായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാകും, അതേപോലെ ഇതിനെ ഡിറ്റക്ഷൻ ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, ഒരു റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ ലീക്ക് ടെസ്റ്റ് റിക്വയർമെൻറ്റുകൾ, റേഡിയേഷൻ്റെ സർവേ, ഡോസ് ലിമിറ്റ്സ്, എമർജൻസീസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ ഡിസ്പോസലുകളെ പറ്റിയിട്ടും അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ടും ഉള്ള പല ഇൻഫർമേഷൻസാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ ഐബോഷിൻ്റെ കോഴ്സ് അല്ലാത്ത പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും കോഴ്സുകൾ കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ റെക്കഗ്നിഷൻ കിട്ടിയിരിക്കുന്ന, നിലവിൽ ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റും ക്ലയൻറ്റുകളും അല്ലെങ്കിൽ കമ്പനീസും അവരാവശ്യപ്പെടുന്നത് ഈ പറയുന്ന IBOEHSൻ്റെ ഈ രജിസ്റ്റേർഡ് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറിൻ്റെ കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. സോ പൊതുവേ സേഫ്റ്റി പ്രൊഫഷണൽസിനും NDT ഓപ്പറേറ്റേഴ്സിനും റിഗിലുള്ള പ്രൊഫഷണൽസിലും എക്സ്റേ ടെക്നീഷ്യൻസ്, പിന്നെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഹാൻഡ്ലേഴ്സ്, വയർ ലൈൻ ഓപ്പറേറ്റേഴ്സ്, ഇവർക്കൊക്കെ ഈ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ മിനിമം 5 വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കോഴ്സിൻ്റെ എലിജിബിലിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി റേഡിയേഷൻ സേഫ്റ്റി ഓഫീസറുകൾക്ക് എത്രത്തോളം ശമ്പളം കിട്ടുന്നുണ്ട്, അവരുടെ സാലറി റേഞ്ച് എത്രയാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ജസ്റ്റ് പറയാം. സോ നോർമലി നിങ്ങൾ ഗൂഗിളൊക്കെ റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പല പേ സ്കെയിലുകൾ അവർ പറയും. സോ ആവറേജ് ഒരു സ്റ്റാർട്ടറിന്, അല്ലെങ്കിൽ ഈ പറയുന്ന 5 വർഷം കഴിഞ്ഞിട്ട് ആ കോഴ്സ് ചെയ്ത് റേഡിയേഷൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് കയറുമ്പോൾ ഇന്ത്യയിൽ ആവറേജ് കൊടുക്കുന്ന പാക്കേജ് 5.5 lakhs പെർ ആനുവലാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 13 lakhs ഒക്കെ നമുക്ക് ആനുവലി ചെയ്യാം. ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഇൻക്രിമെൻറ്റുകളും നമുക്ക് ഉണ്ടാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഇത്രയും ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻസിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഡ്രോപ്പ് ചെയ്യുക. അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി നിങ്ങൾക്കെല്ലാം നോട്ടിഫിക്കേഷൻസും റിസീവ് ആകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക.